നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സ്ക്വാഡ് പ്രത്യേകമായിട്ട് രൂപീകരിച്ചിരിക്കുന്ന സ്ക്വാഡാണ് പരിശോധനയ്ക്ക് എത്തിച്ചേരുന്നത്. നിലവിൽ വിവിധ തദ്ദേശ സ്ഥാപനം കേന്ദ്രീകരിച്ച പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. വാർഡ് അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണിത്. ഇങ്ങനെ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയതിൽ 15 വീടുകളിൽ നിന്ന് 12 വീടുകളിലും അനർഹരായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതായത് വീടിൻ്റെ നിലവിലുള്ള അവസ്ഥ, ഇരുനില വീടാണോ അല്ലെങ്കിൽ വാർക്ക വീടാണോ, അത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ, വീട്ടിൽ AC ഉണ്ടോ, അതോടൊപ്പം തന്നെ 4 ചക്ര വാഹനം 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനങ്ങളുണ്ടോ, അത് നമുക്ക് ഗുണഭോക്താവിന് മാത്രമല്ല ഗുണഭോക്താവിൻ്റെ മക്കൾക്കോ അങ്ങനെയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം സ്ഥലത്തിൻ്റെ വിസ്തൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇലക്ട്രോണിക് ഗേറ്റുകൾ ഉൾപ്പെടെ ഘടിപ്പിച്ച വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ, ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് ക്രോഡീകരിച്ച് സർക്കാരിലേക്ക് വിശദമായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കും. അനുമതി ലഭ്യമായി കഴിഞ്ഞാൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച കർശന പരിശോധനകൾ നടത്തുകയും ചെയ്യും. പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതാണ്. ഇതനുസരിച്ചാണ് ഇപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ 1600 വാങ്ങുന്നവർക്ക് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രദേശങ്ങളിലേക്കും വളരെ വൈകാതെ എത്തിച്ചേരാം. ജില്ലാ ധനകാര്യ ഓഫീസർ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ടീമായിരിക്കും എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ പ്രദേശങ്ങളിലും എത്തിച്ചേരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചല്ല എത്തുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് പ്രയുക്തി എന്ന പേരിൽ മെഗാ ജോബ് ഫെയറുകൾ, അതോടൊപ്പം തന്നെ വിജ്ഞാന ആലപ്പുഴ എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ ആലപ്പുഴ ജില്ലയിലും നാളെയാണ് നടത്തപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ ജോബ് ഫെയർ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നാളെയാണ് നടത്തപ്പെടുന്നത്. രാവിലെ 9:30 മുതൽ ആരംഭിക്കും. 3000 ഒഴിവുകളിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻകൂർ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നേരിട്ട് ഈ തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. അതല്ല എങ്കിൽ നേരിട്ടെത്തി സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഒരുക്കി തരുന്നതായിരിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ ഇടുക്കി ജില്ലയിലെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് SD കോളേജിൽ വെച്ചാണ്. ഇവിടെ 4.5 ലക്ഷത്തിനടുത്ത് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണ് സംഘടിപ്പിക്കുന്നത്. നിലവിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വേണം ഈ തൊഴിൽ മേളയിലെല്ലാം പങ്കെടുക്കുന്നതിന്. SSLC, +2, ITI, ഡിപ്ലോമ കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ, UG, PG കോഴ്സുകൾ, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം പാസ്സായവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തും പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റ് GDS 2025 അപേക്ഷകൾ വിളിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം ആദ്യ ആഴ്ചകൾ വരെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. SSLC ആണ് യോഗ്യത പറയുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. അത് മാർക്ക് കൂടുതലുള്ളവർക്ക് മുൻഗണന നൽകും. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് മെറിറ്റ് ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. കൂടുതൽ മാർക്കുള്ളവർക്കായിരിക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുക. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തുടനീളം നിരവധി ഒഴിവുകളുണ്ട്. രാജ്യവ്യാപകമായിട്ട് 21,000-ന് മുകളിൽ വേക്കൻസികളിലേക്കാണ് ഇവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നത്. പിന്നീട് ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഡാക് സേവക് തുടങ്ങിയ വിവിധ തസ്തികകളിലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജനറൽ വിഭാഗങ്ങൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. സംവരണ വിഭാഗങ്ങൾക്കും അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.